പാകിസ്ഥാൻ്റെ ബോർഡറിൽ എന്ന് പറഞ്ഞാൽ അത് പൊക്കത്തിലാണ്. രാത്രി ഇഴഞ്ഞിഴഞ്ഞൊക്കെയാണ് അതാത് യൂണിറ്റുകളിൽ എത്താനുള്ളത്. ഒരു പുതിയ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ പോലും പാകിസ്ഥാനെ ഉടനെ അറിയാൻ പറ്റും ഇവിടെ ഒരു പുതിയ യൂണിറ്റ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു 4 ദിവസത്തോളം ഫയറാണ്. നമ്മളെ ഇന്ത്യക്കാരൻ പാകിസ്ഥാനിൽ പോയിട്ട് അവൻ വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകത്ത് മരിച്ചു പോകുന്ന അനുഭവങ്ങൾ വരും. ആ ഭോപ്പാൽ വിഷവാത ദുരന്തത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. 10,000-കണക്കിന് പേരാണ് മരിച്ചത്. രാജ്യത്തിന് വേണ്ടി സ്നേഹിക്കുകയും ആശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ് ഞാൻ. ഇപ്പോൾ 2000-ന് ശേഷം ഞാൻ സർവീസിൽ നിന്ന് പെൻഷനായി. പക്ഷേ ഓരോ അനുഭവങ്ങളും പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം നിരവധി അനുഭവങ്ങളാണുള്ളത്. 1984-ലാണ് ഞാൻ പട്ടാളത്തിൽ കയറാൻ വേണ്ടി ഭോപ്പാലിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ഒക്ടോബർ 31-ാം തീയതി ഇന്ദിരാഗാന്ധി മരിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. പോകാനുള്ളത് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അന്നത്തെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്തി ജനതയാണ്. ഇന്ന് കേരള ട്രാവൽസ് എന്ന് പറയുന്ന ട്രെയിനാണ്. അവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ ഈ തമിഴ്നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം പ്രളയവും കൊടുങ്കാറ്റുമൊക്കെ ഉള്ള സമയമാണ്. ഇവിടുന്ന് യഥാർത്ഥത്തിൽ ഭോപ്പാലിൽ എത്തേണ്ടുന്നത് 30-ാം തീയതി ഇവിടുന്ന് കയറിയ ഞാൻ എത്തേണ്ടുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. രാവിലെയാണ് മധ്യപ്രദേശായ ഭോപ്പാലിൽ എത്താനുള്ളത്. പക്ഷേ ഈ പ്രളയം കാരണവും പ്രശ്നങ്ങൾ കാരണവും ഞാൻ എത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരം 8 മണിയായി. അവിടെ ചെന്ന് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നിരവധി പട്ടാളക്കാർ ആ സമയത്ത് ലീവിന് വരുന്ന വ്യക്തികളുണ്ട്. കാരണം ഇവർക്കെല്ലാം ലീവ് കഴിഞ്ഞ് വരുന്നവരാണ്. ശനിയാഴ്ച ദിവസമാണ്, എല്ലാവർക്കും വീടുകളിൽ പോകണം. ആ സമയത്താണ് ഭോപ്പാലിൽ 8 മണിയായി. 8 മണിയായപ്പോൾ പോകുന്നതിനുള്ള വാഹനങ്ങളില്ല. അവിടുന്ന് 20 കിലോമീറ്ററോളം ദൂരമാണ് ബൈറാഗഡ് എന്ന് പറയുന്ന സ്ഥലം. ഈ ബൈറാഗഡിൽ വാഹനം വന്നു കഴിഞ്ഞാൽ മാത്രമേ പട്ടാള വാഹനം വന്നു കഴിഞ്ഞാൽ മാത്രമേ ബൈറാഗഡിൽ പോകാൻ പറ്റുകയുള്ളൂ. രാത്രി 8 മണിയായപ്പോഴത്തേക്ക് ഒരു വേണ്ടപ്പെട്ട ഒരു സാറ്, നമ്മളെ കൂടെ വന്ന സാറ്, അന്ന് അവിടുത്തെ സെൻട്രൽ കമാൻഡ് എന്ന് പറയുന്നത് ബ്രിഗേഡിയർ MNK നായർ സാറാണ്. പിന്നീട് മേജർ ജനറലായി. അദ്ദേഹമാണ് സെൻട്രൽ കമാൻഡൻറ്റ്. ഇവിടുത്തെ വഞ്ചൂരുകാരനാണ് അദ്ദേഹം രാത്രി 10 മണിയായപ്പോൾ നമുക്ക് വേണ്ടി ഒരു വാഹനം വിട്ടു തന്നു. ഞങ്ങളെല്ലാം ബൈറാഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇന്നും ഞങ്ങളെ വേദനിപ്പിക്കുന്നതിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. 11 മണിയായപ്പോഴാണ് ഭോപ്പാൽ വിഷവാതക ദുരന്തം നടക്കുന്നത്. ഞങ്ങളപ്പോഴത്തേക്ക് അവിടെ നിന്ന് ബൈറാഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ആ 11 മണിക്ക് വിഷവാതകം നടന്നതിന് ശേഷം നിരവധി, അതായത് TT തൊട്ട് അവിടെ ഇരിക്കുന്നവർ തൊട്ട് എല്ലാവരും മരിച്ചു. 10,000-കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. ഞങ്ങൾക്കറിയില്ലായിരുന്നു. നേരം വെളുത്തപ്പോൾ പലരും ഈ ബൈറാഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെ കണ്ടവർ, ഞങ്ങളെല്ലാം 17 വയസ്സുള്ള പ്രായത്തിലുള്ളവരാണ്. ഇന്നിപ്പം 40 വർഷം തികയുകയാണ്. ആ ഭോപ്പാൽ വിഷവാത ദുരന്തത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. 10,000-കണക്കിന് പേരാണ് മരിച്ചത്. എൻ്റെ ആദ്യ പോസ്റ്റിംഗ് തന്നെ യഥാർത്ഥത്തിൽ സിക്കിമിലെ ഗണ്ടോക്കിലാണ്. അതിനു മുമ്പ് ഒരു രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പട്ടാളത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് സെൻട്രൽ ബർത്തി, ഔട്ട് ബർത്തി എന്നും പറഞ്ഞുകൊണ്ട്, ഞാൻ സെൻട്രൽ ബർത്തിക്കാരനാണ്. സെൻട്രൽ ബർത്തി എന്ന് പറഞ്ഞാൽ ഔട്ട് ബർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ക്യാമ്പ് അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്തിട്ട് പോവാം. പക്ഷേ സെൻട്രൽ ബർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ പോകുന്നതാണ്. അന്ന് ഏറ്റവും വലിയ ദിവസം ഓട്ടവും ചാട്ടവും കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഡിക്കലുണ്ട്. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മെഡിക്കൽ നോക്കുന്നത് ഒരു ക്യാപ്റ്റൻ ബദൂരിയ സാബ് എന്ന് പറയുന്ന ഒരു മാഡമാണ് നോക്കുന്നത്. അവർ ചെറുപ്പമുള്ള പ്രായമുള്ള ഒരു സ്ത്രീയാണ്. നല്ലൊരു ഡോക്ടറുമായിരുന്നു. അദ്ദേഹം ഞങ്ങളെ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേരെ ഒരേ സമയത്താണ് പരിശോധിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് മെഡിക്കൽ ചെക്ക് ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം, പരിശോധിക്കണം. അത് ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ജട്ടി ഇട്ടുകൊണ്ട് ആണ് എല്ലാവരും നിൽക്കാനുള്ളത്. അന്നൊക്കെ നമ്മളുടെ പ്രായങ്ങൾ അറിയാമല്ലോ, 17 വയസ്സാണ്. ആ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 6 പേര് ഒരേ സമയത്തുണ്ടായിരുന്നു. പെട്ടെന്ന് 3 പേര് അങ്ങ് ചിരിച്ചുപോയി.
ചിരിച്ചപ്പോഴത്തേക്ക് ഈ ബദൂരിയ സാഹിബിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം 6 പേരെയും പുറത്താക്കിയതിനു ശേഷം ഈ ബ്രിഗേഡിയർ MNK നായർ സാറിനോട് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മെഡിക്കലാണ്, ഡോക്ടറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ തന്നെ നോക്കണമായിരുന്നു. പക്ഷേ എങ്കിലും ബദൂരിയ സാഹിബിന് വളരെയധികം താല്പര്യം വന്നിട്ട് ബദൂരിയ സാഹിബ് പറഞ്ഞു, ശരി, അതിലുള്ള 3 പേര് അകത്തോട്ട് വരാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ യഥാർത്ഥത്തിൽ ചിരിച്ചിട്ടില്ലായിരുന്നു, ചിരിച്ചതിൻ്റെ അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചിരി എന്ന് പറയുന്നത് ഹാനികരമാണ്. അതായത് ഏത് കാര്യത്തിനും നമുക്ക് പട്ടാളത്തിൽ നമ്മൾ ബോർഡറിലൊക്കെ ജോലി ചെയ്യുന്നതല്ലേ, നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഡോക്ടർ പരിശോധിച്ച് ഞങ്ങളെ 3 പേരെ എടുത്തു, ബാക്കി 3 പേരെ അൺഫിറ്റാക്കി. ഇന്നും പട്ടാളത്തിൽ ഞാൻ സർവീസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പട്ടാളത്തിൻ്റെ സേവനത്തിനിടയിൽ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഓഫീസർമാരായാലും ജവാന്മാരായാലും തമ്മിലുള്ളവരായാലും നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുകയും ചെയ്യുകയും വേണം. തമാശയ്ക്ക് തമാശയായിട്ട് കാണണം, അല്ലാതെ തമാശയും അതിനെ നോർമലായിട്ട് കാണാതെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ സീരിയസ് ആയിട്ട് കാണണം. ആ ഒരു അനുഭവം ഞാൻ പിന്നീട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പട്ടാളത്തിൽ ചിരി ഹാനികരമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷമുള്ള അനുഭവം കൂടെ പറയാം. ഞാൻ സിക്കിമിലെ ഗണ്ടോക്കിൽ സർവീസ് ചെയ്യുകയാണ്. ഗണ്ടോക്കിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡ്യൂട്ടി അറിയാമല്ലോ. ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 തൊട്ട് 8, പിന്നെ 12 തൊട്ട് 2, പിന്നെ 8 തൊട്ട് 10, പിന്നെ രാത്രി 2 തൊട്ട് 4, അങ്ങനെയാണ്. പിന്നെ രാത്രി 10 തൊട്ട് 12, പിന്നെ 4 തൊട്ട് 6ആണ്. എൻ്റെ ഡ്യൂട്ടി 2 തൊട്ട് 4 വരെ ആയിരുന്നു. ഞാൻ 4 മണി കഴിഞ്ഞിട്ട് പട്ടാളത്തിൻ്റെ നമ്മൾ ഏതാണ്ട് നമ്മളെ മുകളിലോട്ട് നമ്മളെ ബാരക്കിലേക്ക് പോകാൻ വേണ്ടി 200ഓളം പടികളുണ്ട്. ഈ പടികളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. സാധാരണയൊക്കെ നിലവാരം അനുസരിച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. പക്ഷേ എങ്കിലും ഒരു സ്നേഹബന്ധമൊക്കെ വെച്ചുകൊണ്ടും നമ്മളെയൊക്കെ ഇതുകൊണ്ട് 4 മണിക്ക് ശേഷം ഞങ്ങൾ യൂണിറ്റിൽ ബാരക്കിലേക്ക് പോകുന്ന സമയത്താണ് ഒരു വൻ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തമായപ്പോൾ 4 മണിയല്ലേ, നമുക്കറിയില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ തീ കത്തുന്നു. അണച്ചത് ഞങ്ങളെല്ലാം കൂടെ ഓടുമ്പോഴത്തേക്ക് അവിടെ നിന്നും ടാങ്കിൽ നിന്നും ബക്കറ്റിൽ നിന്നും ഒക്കെ ഉള്ള വെള്ളം കൊണ്ടുവന്ന് ഞങ്ങളങ്ങ് ഇറക്കി. ഞങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെയാണ് നിരവധി പേർ പിന്നെ വന്ന് അണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ചെല്ലുന്നത് നമ്മളാണ്. അതിൻ്റെ രസകരമായ കാര്യം പറയാം. നമ്മളെ തിരുവനന്തപുരത്തും നമ്മൾ കേരളത്തിലൊക്കെ അനുഭവങ്ങളാണ്. ഒരു ആക്സിഡൻറ്റ് നടന്നാൽ പോലും ഒരു ആക്സിഡൻറ്റിന് ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, ഇപ്പോഴൊക്കെ വലിയ പ്രശ്നമില്ല, ഒരു ആക്സിഡൻറ്റിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റിന് രക്ഷപ്പെടുത്തുന്നവരെ തന്നെ പിന്നെ അവൻ്റെ പുറകെ നിന്ന് പോലീസും കാര്യങ്ങളും നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ എനിക്ക് പട്ടാളത്തിൽ ഒരു അനുഭവം ഉണ്ടായി. അത് സംഭവം 86-ലാണ്. അന്ന് നടക്കുന്നത് ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോഴത്തേക്കും ഞാനൊരു ജവാനാണ്, എനിക്കറിയില്ലല്ലോ. പക്ഷേ സംഭവം എങ്കിലും അന്വേഷണമല്ലേ, കോർട്ട് ഓഫ് എൻക്വയറി. ആ കോർട്ട് ഓഫ് എൻക്വയറിക്ക് കാര്യങ്ങളെല്ലാം തിരക്കണമല്ലോ. തിരക്കിയവൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പട്ടാളത്തിൽ സർവീസ് ചെയ്തപ്പോഴും മനസ്സിലാക്കിയത്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധ പതിക്കണം. ശ്രദ്ധ പതിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. വേറെ നമ്മൾ പട്ടാള അനുഭവം ആയതുകൊണ്ട് ഒരു പ്രശ്നവും വന്നില്ല. പക്ഷേ സിവിലിലാണെങ്കിൽ എത്ര പ്രാവശ്യം അതിനുവേണ്ടി മെഡിക്കൽ കോളേജിൽ പോകാനും മറ്റു കാര്യങ്ങളിൽ, എങ്കിലും ഇപ്പം വന്ന എല്ലാ സർക്കാരുകളും വരുന്നവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്, അവർക്ക് അവരെ വീട്ടിൽ പോയി സഹായിക്കുന്നവരെ നോക്കുന്നുമുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം സിക്കിം ഗണ്ടോക്കിൽ നിന്ന് പോയതിന് ശേഷം എൻ്റെ ട്രാൻസ്ഫർ വന്നത് ജമ്മുവിലാണ്. ജമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടാണ് കാശ്മീരിലേക്ക് പോകുന്ന റൂട്ടുണ്ട്, വേറൊരു റൂട്ടാണ് പുഞ്ചിലേക്ക് പോകുന്ന റൂട്ടുണ്ട്. ആ പുഞ്ചിലേക്ക് പോകുന്ന റൂട്ടാണ് അക്നോർ കഴിഞ്ഞാൽ നൗഷറ കഴിഞ്ഞാൽ രജോരി കഴിഞ്ഞാൽ സൂറൻകോട്ട് കഴിഞ്ഞാൽ പുഞ്ച് ഏരിയയിലാണ്. ഞാൻ എൻ്റെ യൂണിറ്റ് നൗഷറയിലായിരുന്നു. നൗഷറ എന്ന് പറഞ്ഞാൽ കൽസിയ. ഞാൻ EMB-കാരനാണ്, ഇലക്ട്രിക്കൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ്. എനിക്ക് അത്രത്തോളം അതിർത്തികളിലൊന്നും പോകണമെങ്കിൽ നമ്മൾ മെക്കാനിക് ആയതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടികളും വാഹനങ്ങളും റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ അവിടുത്തെ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൽസിയ, നൗഷറ എന്ന കൽസിയ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ബോർഡറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കത്തിലാണ്. നമ്മൾ ശകലം താഴ്ച ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നമ്മളെല്ലാം പട്ടാളക്കാരും ഈ ഡ്യൂട്ടിക്ക് വരുമ്പോഴത്തേക്ക് രാത്രി യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പകലൊന്നും പോകാറില്ല. രാത്രി ഇഴഞ്ഞൊക്കെയാണ് അതാത് യൂണിറ്റുകളിൽ എത്താനുള്ളത്. കൃത്യമായ ഒരു മതിൽ പോലുള്ളതല്ല, മോൾത്തട്ടിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റോഡ് ക്രോസ് ചെയ്ത് സംഭവിക്കാറുണ്ട്. ഇവിടെ നിന്നുള്ള ആൾക്കാരും ചിലപ്പോൾ തെറ്റുപറ്റിപ്പോയി നമ്മളെ ഇന്ത്യക്കാരും അങ്ങോട്ട് പോകാറുണ്ട്, പാകിസ്ഥാനിൽ നിന്നും തെറ്റുപറ്റി ഇങ്ങോട്ട് വരാറുണ്ട്. അത് മാത്രമല്ല, അതിനേക്കാളും രസം, ഒരു പുതിയ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ പോലും പാകിസ്ഥാനെ ഉടനെ അറിയാൻ പറ്റും, ഇവിടെ ഒരു പുതിയ യൂണിറ്റ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു 4 ദിവസത്തോളം ഫയറാണ്. അതുപോലെ നമ്മൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കും. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരാൾ ഈ കൽസിയ എന്ന് പറയുന്ന യൂണിറ്റിൽ, ഞാൻ അന്ന് ആ കൽസിയയിൽ യൂണിറ്റുള്ളതാണ്, ആ യൂണിറ്റിൽ അയാളെ ഇവിടെ കൊണ്ടുവന്ന്, അയാൾ വഴിതെറ്റി വന്നതാണ്. അയാളെ ഇവിടെ സ്വസ്ഥമായിട്ട് റൂമിൽ കിടത്തി നല്ല ആഹാരവും കൊടുത്ത്, അവർ അന്ന് മുട്ടയൊക്കെയാണ് കഴിക്കുന്നത്.
മുട്ടയും ചപ്പാത്തിയൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിലുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ളവരും അങ്ങോട്ട് പോയി. പിന്നെ ഇത് നിയമപ്രകാരം ഡൽഹിയിൽ നിന്നുള്ള നിയമപ്രകാരം അനുസരിച്ചിട്ട് മാത്രമേ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനുള്ള നിബന്ധനകളുണ്ടാവും. പക്ഷേ നമ്മുടെ ആൾക്കാർ, പാകിസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടുന്ന് അവരുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ, പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ അവർക്ക് സുഖകരമായൊരു നല്ലതെന്നാണ് അവർ പറയുന്നത്. അത്രത്തോളം നല്ല രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻകാരൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളെ ഇന്ത്യക്കാരൻ പാകിസ്ഥാനിൽ പോയിട്ട് അവൻ വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകത്ത് മരിച്ചു പോകുന്ന അനുഭവങ്ങൾ വരെ ഉണ്ട്. കാരണം അവർ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല അവർ ചെയ്യുന്നത്. അവർക്ക് അന്നും തീവ്രവാദവും മറ്റും മനസ്സിൽ കാണുന്ന രീതി അവരുടെ മനസ്സുകളിലുണ്ട്. നമ്മൾ വരുമ്പോൾ 2 കൊല്ലത്തേക്കായിരിക്കും അവിടെ പോകുന്നത്. ആ ബോർഡറിൽ ആ ഭാഗത്ത് പോകുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് അറിയാൻ പറ്റും ഇന്ന യൂണിറ്റ് വന്നു എന്ന്. പിന്നെ അങ്ങോട്ട് ഫയറാണ്. ഏതാണ്ട് 1 ആഴ്ച 2 ആഴ്ചയോളം ഫയർ തന്നെ ചെയ്തുകൊണ്ട്, അത് പുഞ്ച് ഏരിയയിലും ഈ രജോരി മേഖല. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രജോരിയിൽ കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ അതേ സ്ഥലത്താണ് ഈ നൗഷറയും ഞാൻ പറഞ്ഞത്. അപ്പം ഈ ബോർഡറിൽ ഈ ബോർഡറിൽ തെറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാം അതിർത്തി പോലെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റിയൊക്കെ പോകുന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പാകിസ്ഥാൻകാരെ ഇവിടെ നല്ല രീതിയിലാണ് അവരെ സൂക്ഷിച്ച് അവർക്കുള്ള ആഹാരവും കൊടുത്ത് നല്ല രീതിയിലാണ് പറഞ്ഞു വിടുന്നത്. പക്ഷേ ഇന്ത്യക്കാർ അവിടുന്ന് പോയിട്ട് വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ അവരുടെ കാര്യം പോക്ക് തന്നെയാണ്. വാഗാ ബോർഡറുണ്ട്, കാൽസ്യ, നമ്മുടെ അമൃത്സറിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്താണ് അട്ടാരി, കാസ കഴിഞ്ഞിട്ട് അട്ടാരി വാഗാ ബോർഡറിൽ. അവിടെ എന്നും വൈകുന്നേരം 5 മണിക്ക് അവിടെ പരേഡുണ്ട്, ട്രീറ്റ്മെൻറ്റ് പരിപാടിയുണ്ട്. ഒരേ സമയത്ത് അന്നൊക്കെ BSF ആണ് കൂടുതലും, ഇന്ത്യൻ സൈന്യത്തിൽ സല്യൂട്ട് സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ കാണാൻ തന്നെയുള്ളതാണ്. ഇന്ത്യൻ സേനയുടെ ഏറ്റവും ഒരു കാലം എപ്പോഴും ഇന്ത്യയുടെ സേനയ്ക്ക് തന്നെയാണ് ഏറ്റവും ഒരു കാലം ഉയർന്നു നിൽക്കുന്നത്, പാകിസ്ഥാനേക്കാരും. അത് കാണാൻ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാം, എല്ലാവർക്കും ഒന്നിച്ച് പിരിയാം. പിരിഞ്ഞതിന് ശേഷം അവർ പോകുന്നു. അത് മറ്റൊരു സ്ഥലം. പക്ഷേ അത് ബോർഡർ, ഇത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മറ്റൊരിത്, ലാഹോറിലേക്ക് പോകുന്ന ഫലം. നിരവധി പേർ നമുക്ക് ആ ബോർഡറിൻ്റെ ഭാഗത്ത് തന്നെ നമ്മൾ വരുന്ന ഏതാണ്ട് 15 മിനിറ്റ് അരമണിക്കൂറാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കാം, സംസാരിക്കാം. നമുക്ക് ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഹിന്ദിയിൽ സംസാരിക്കാം, അവരും ഇങ്ങോട്ടും സംസാരിക്കും. സംസാരിച്ചതിന് ശേഷം പിരിയുന്നു. പക്ഷെ പിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ്, അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ആ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി തീർന്നു. ആ ഡ്യൂട്ടി ചെയ്യുന്ന പട്ടാളക്കാരനായ ഡ്യൂട്ടിക്കാരൻ്റെ ഡ്യൂട്ടിക്കാണ് ആത്മാർത്ഥത. അവൻ എത്ര ഒന്നിച്ചാണ് പിരിയുന്നതെങ്കിലും ഇനി അവർ പാകിസ്ഥാൻകാരായി, നമ്മൾ ഇന്ത്യക്കാരായി. പിന്നീടുള്ള ഡ്യൂട്ടി തന്നെയാണ്.